ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ സൈബർ ആക്രമണം നടത്തി ഈ നാട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സ് മടുപ്പിച്ച് അവരെ പിന്മാറ്റുന്ന ഒരുപാട് പുഴുക്കുത്തുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സഹായവും ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില ആളുകളാണ് ഈ സ്വതന്ത്രന്മാർ എന്ന പരിവേഷമണിഞ്ഞ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇവരെ കൊണ്ടൊക്കെ ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു പോകും. ഏറ്റവും അവസാനം സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് ഇപ്പോൾ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യണം. അദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹം ആണ് ഈ കൊല്ലം സുധിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് വളരെ പറയുമ്പോൾ ആ സമയം തന്നെ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കുറച്ച് സ്ഥലം ഭൂമി വിട്ടു തന്നു. എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു ബിഷപ്പാണ് ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ. അദ്ദേഹത്തിന് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത അധിക്ഷേപം അദ്ദേഹത്തിന് നേരെ വരികയാണ്. അദ്ദേഹം ഒരു പരാതി പോലീസിന് കൊടുത്ത് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ദയവ് ചെയ്ത്, എന്ന് വെച്ചാൽ ഉപകാരം ചെയ്യാൻ ഈ സമൂഹത്തിൽ നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിലും ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ ബയോഡേറ്റ എങ്കിലും നിങ്ങൾ പഠിക്കണം. ഇവരാരാണ്, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു പിതാവിനെ ഇത്രയും ആക്രമിച്ച് കയറണോ എന്നീ ആക്രമിക്കുന്ന ആളുകൾ രണ്ടു വട്ടം ആലോചിക്കണം. ഇതിൻ്റെ പേരിൽ എന്നെ ആക്രമിക്കരുത്, ആക്രമിച്ചാലും ഞാനതൊന്നും കാര്യമായി എടുക്കാറില്ല. കാരണം ഈ തൊലി സ്ട്രോങ്ങാ, കട്ടി കൂടുതലാണ്. നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന വ്യക്തി. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങൾ പ്രചരിക്കുകയാണ്. അപകീർത്തിപ്പെടുത്തൽ നിയന്ത്രണമില്ലാതെ വന്നതോടെയാണ് ബിഷപ്പ് പ്രതികരിക്കാൻ തയ്യാറായത്. കുറച്ച് ചില കാലങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ വളരെ രീതിയിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ മാനസികമായിട്ട് എൻ്റെ ഔദ്യോഗിക വൈദിക വൃത്തി, മിഷണറി ജീവിതത്തെ പോലും വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചില സൈബർ ഇടങ്ങളിൽ നിന്നും അധിക്ഷേപങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകുവാൻ തക്കവണ്ണമിടയായി. ബിഷപ്പ് നോബൽ അമ്പലവയലിന്റെ പരാതിയിൽ തൃക്കൊടിത്താനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അധിക്ഷേപങ്ങൾ തുടർന്നാൽ ശക്തമായി നിയമ നടപടി സ്വീകരിക്കാനാണ് ബിഷപ്പിന്റെ തീരുമാനം. അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയത് ബിഷപ്പായിരുന്നു. 24 കണക്റ്റുമായി ചേർന്ന് കിടപ്പാടമില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതിയടക്കം നടപ്പാക്കുന്നതിന് ബിഷപ്പ് പങ്കാളിയാകുന്നുണ്ട്. ഇത്തരം പദ്ധതികളിൽ സജീവമാകുന്നതിനിടയിലാണ് അധിക്ഷേപങ്ങൾ. 24 കോട്ടയം. ഈ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ ഇപ്പോഴും 24 കണക്റ്റുമായി സഹകരിക്കുന്നുണ്ട്. അദ്ദേഹം 2 വനിതകൾക്ക് വീട് കൊടുക്കാനുള്ള സ്ഥലം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇനിയും 24 കണക്റ്റുമായി ഒന്നിച്ചു പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ശരിക്കും ഈ നോബൽ ഫിലിപ്പ് അമ്പലവേലിയിൽ ഈ സ്ഥലം വിട്ടു തന്നപ്പോൾ ഈ വീട് ആരുടെ പേരിൽ നിർമ്മിക്കണമെന്ന് ആലോചിച്ചപ്പം യഥാർത്ഥത്തിൽ വളരെയേറെ ചർച്ചകൾക്കൊടുവിലാണ് ഈ കൊല്ലം സുധിയുടെ 2 കുട്ടികളുടെ പേരിൽ നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അതൊരു നല്ല തീരുമാനമായി എന്ന് പിന്നീടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.